ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 1-ാം അധ്യായം 26 മുതലുള്ള തിരുവചനങ്ങൾ. 6-ാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലിയിൽ നസറത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്നു പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അവളുടെ പേര് മറിയം എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുത്തു വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിൻ്റെ അർത്ഥമെന്ന് അവൾ ചിന്തിച്ചു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിൻ്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല. മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ, നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ മുൻപിൽ നിന്ന് മറഞ്ഞു. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് മാർച്ച് മാസം 24-ാം തീയതി, ഈ തിങ്കളാഴ്ച രാത്രിയിൽ നമ്മൾ വീണ്ടും ഈശോയുടെ ചുറ്റും ഈശോ പറയുന്നത് കേൾക്കാൻ കാത്തിരിക്കുമ്പോൾ ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മംഗളവാർത്തയെക്കുറിച്ചാണ്. നാളെ മാർച്ച് 25 മംഗളവാർത്താ തിരുനാളാണ്. എങ്ങനെയാണ് ഈശോയുടെ ജനനത്തെക്കുറിച്ചുള്ള വാർത്ത പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ മംഗളവാർത്തയായി തീർന്നത്? ദൈവത്തിന് നമ്മെ ഓരോരുത്തരെയും കുറിച്ചുള്ള പദ്ധതികളുടെ വെളിപ്പെടുത്തൽ എങ്ങനെയാണ് മംഗളവാർത്തയായി തീരുന്നത് എന്നാണ് നമ്മൾ വിചിന്തനം ചെയ്യുന്നത്. പരിശുദ്ധ അമ്മയോട്, മറിയമേ, നീ ദൈവപുത്രൻ്റെ അമ്മയാകാൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്ന ദൂത് പരിശുദ്ധ അമ്മ വിശ്വസിക്കുകയും സ്വീകരിക്കുകയും അതേറ്റെടുക്കുകയും ചെയ്തു. എന്നിട്ട് തന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആ പദ്ധതിക്ക് അമ്മ സമർപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാ ദൈവത്തിൻ്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ, നീ പറഞ്ഞതുപോലെ എന്നിൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് എന്നെക്കുറിച്ചുള്ള നിന്റെ ഹിതം എന്താണോ അത് എൻ്റെ ശരീരത്തിൽ, എൻ്റെ മനസ്സിൽ, എൻ്റെ ആത്മാവിൽ, എൻ്റെ ജീവിതത്തിൽ അത് സംഭവിക്കട്ടെ. മനുഷ്യന് അസാധ്യമായ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ ബുദ്ധിക്ക് മനസ്സിലാകാത്ത കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ കുഴപ്പമില്ല, എനിക്കൊരു കാര്യമറിയാം. എൻ്റെ നന്മ ആഗ്രഹിക്കുന്ന എൻ്റെ ദൈവത്തിന് എന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി ഞാനിത് ഏറ്റെടുക്കുന്നു, അത് എന്നിൽ സംഭവിക്കട്ടെ എന്ന് വിശ്വസിച്ചുകൊണ്ട് സമർപ്പിച്ച മറിയം. അങ്ങനെ സമർപ്പിക്കുക മാത്രമല്ല, അവൾ ആ ജീവിതം മുഴുവൻ, പിന്നെ ഈശോ അവളുടെ ഉദരത്തിൽ വളരുന്നു, ഈശോ പിറക്കുന്നു, രക്ഷകനെ അവൾ വളർത്തുന്നു.
രക്ഷകനെ ജ്ഞാനത്തിലും പ്രായത്തിലുമൊക്കെ വളരുന്നതിന് അവൾ സഹായിക്കുന്നു. അവൻ്റെ പരസ്യ ജീവിതത്തിന് വേണ്ടി മറിയം ഈശോയെ ഒരുക്കുന്നു, പറഞ്ഞു വിടുന്നു. പരസ്യ ജീവിതത്തിലും അമ്മ അവൻ്റെ കൂടെ നിൽക്കുന്നു. കുരിശിൻ്റെ വഴിയിൽ അമ്മ അവളുടെ കൂടെ നിൽക്കുന്നു. കുരിശിൻ്റെ ചുവട്ടിൽ അമ്മ അവനോട് ചേർന്ന് നിൽക്കുന്നു. കുരിശിൽ നിന്നിറക്കിയ ഈശോയെ തൻ്റെ കരങ്ങളിൽ വഹിച്ച് പിതാവിനെ സമർപ്പിച്ച് ആരാധിക്കുന്നു. അവൻ്റെ പുനരുദ്ധാനത്തിലും സ്വർഗാരോഹണത്തിലും മറിയം ഈശോയോട് ചേർന്ന് നിന്നു. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ഈ രക്ഷാകര ചരിത്രം മുഴുവൻ അവൾ ഏറ്റെടുത്തുകൊണ്ട് കൂടെ നിന്നു. അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ഈശോയുടെ ജനനത്തെക്കുറിച്ചുള്ള വാർത്ത മറിയത്തിന് മംഗളവാർത്ത തിരുനാളായി മാറിയത്. ഒറ്റ ദിവസം കൊണ്ട്, ഒരു നിമിഷം കൊണ്ട് അത് മംഗളവാർത്തയായതല്ല. ഒരു ജീവിതം കൊണ്ടാണ് ആ വാർത്തയെ അവൾ മംഗളവാർത്തയാക്കി തീർത്തത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതുപോലെ നമ്മെ ഓരോരുത്തരെയും കുറിച്ചും ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് ജെറമിയ 29:11 ദൈവാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങളെക്കുറിച്ചുള്ളൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. അത് നിങ്ങളുടെ നാശത്തിനുള്ള പദ്ധതിയല്ല, നിനക്ക് ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതിയാണ്. എല്ലാ മനുഷ്യരെക്കുറിച്ചും ആ പദ്ധതി ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരും. ആ പദ്ധതി വെളിപ്പെടുത്തി തരുമ്പോൾ നമ്മളത് വിശ്വസിക്കുമോ? നീ അത് വിശ്വസിക്കുമോ? വിശ്വസിച്ചത് ഏറ്റെടുക്കുമോ? ആ പദ്ധതിക്ക് വേണ്ടി നിന്നെ തന്നെ, നിന്റെ ശരീരവും മനസ്സും എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും ദൈവത്തിന് നിന്നെക്കുറിച്ചുള്ള പദ്ധതി പൂർത്തീകരിക്കുന്നതിന് കുരിശിൻ്റെ വഴിയിലും കുരിശിൻ്റെ ചുവട്ടിലും കുഴിമാടത്തിൻ്റെ മുൻപിലും നീ നിൽക്കുമോ? ഇത് കർത്താവിന് അറിയേണ്ട കാര്യമാണ്. നീ നിൽക്കുമോ? നീ നിൽക്കുമെങ്കിൽ നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി അത് മംഗളവാർത്തയായി മാറും. നിന്റെ ജീവിതം മംഗളവാർത്തയുടെ തിരുനാളായിട്ട് മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ചിലപ്പോൾ ഒരു മരണവാർത്ത ഒരു മംഗളവാർത്തയായി നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാം. ആ വാർത്തയെ ഇതാ ദൈവത്തിൻ്റെ ഹിതം പൂർത്തിയാകപ്പെടട്ടെ എന്ന് പറഞ്ഞ് നീ ഏറ്റെടുക്കുമോ? നിന്റെ പ്രിയപ്പെട്ട ഒരാളായിരിക്കാം മരണമടഞ്ഞത്. ഒരു രോഗത്തിൻ്റെ വാർത്ത നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നീ ആ വാർത്തയെ മംഗളവാർത്തയാക്കുമോ? ഒരു നഷ്ടത്തിൻ്റെ വാർത്ത, ഒരു വിമർശനത്തിൻ്റെ വാർത്ത, ഒരു വേദനിപ്പിക്കുന്നൊരു വാർത്ത നിന്റെ ജീവിതത്തിൽ അത് മംഗളവാർത്തയാകണമെങ്കിൽ ദൈവമേ, നിന്റെ ഹിതം നിറവേറട്ടെ, എൻ്റെ ഹിതമല്ല, എൻ്റെ ഇഷ്ടമല്ല, എൻ്റെ ആഗ്രഹങ്ങളല്ല, നിന്റെ ഹിതം നിറവേറട്ടെ എന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കുമ്പോൾ നിന്റെ ജീവിതം മംഗളവാർത്തയാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയിൽ നിന്ന് നമ്മൾ സംശീകരിക്കേണ്ടത്, നേടിയെടുക്കേണ്ടത് പ്രിയപ്പെട്ടവരെ ഈ ഒരു ജീവിത ദർശനമാണ്. കർത്താവ് എന്നെ നാശത്തിന് വിട്ടുകൊടുക്കുകയില്ല, കർത്താവ് എല്ലാം നന്മയാക്കി മാറ്റുമെന്ന ജീവിത ബോധ്യമാണ്. നമുക്ക് കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. കർത്താവെ സ്തുതിക്കുന്നു, ഈശോയെ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തെ മംഗളവാർത്തയാക്കിയതുപോലെ ഹല്ലേലൂയ, ഞങ്ങളുടെ ജീവിതത്തെ മംഗളവാർത്തയാക്കി മാറ്റാൻ കൃപ നൽകണമേ. ഈശോയെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളെക്കുറിച്ചുള്ള അങ്ങയുടെ പദ്ധതികൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, എന്നെക്കുറിച്ചുള്ള അങ്ങയുടെ പദ്ധതികൾ പൂർത്തീകരിക്കുന്നതിനുള്ള ജ്ഞാനവും ശക്തിയും നൽകി രാത്രിയിൽ എന്നെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. നമുക്ക് മുട്ടുകുത്താം. ആയിരിക്കുന്ന ഇടങ്ങളിൽ കരങ്ങൾ ഉയർത്തി യേശുനാമം വിളിച്ച് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട്, പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി ഭൂമിയുടെ തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറുമുള്ള എല്ലാ മനുഷ്യർക്ക് വേണ്ടി ഈ രാത്രിയിൽ ഏകാന്തതയിൽ വിശപ്പിൽ
ഒക്കെ ആയിരിക്കുന്നവർ, യാത്ര ചെയ്യുന്നവർ, രോഗാവസ്ഥയിലായിരിക്കുന്നവർ, ഐസിയുയിലും വെന്റിലേറ്ററിലുമുള്ളവർ, നാളെ ഓപ്പറേഷന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർ, പരീക്ഷകൾ എഴുതുന്നവർ, കുടുംബ ബന്ധത്തിൽ തകർച്ചകൾ അനുഭവിക്കുന്നവർ, ഒത്തിരിയേറെ മാനസിക പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവർ എല്ലാവരെയും സമർപ്പിക്കുന്നു. ജോലിയില്ലാതെ വിഷമിക്കുന്നവർ, സാമ്പത്തിക ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർ, പ്രവാസികളായിട്ടുള്ളവർ, വിദേശ രാജ്യങ്ങളിൽ പഠിക്കാനും ജോലിക്കുമൊക്കെ ആയി പോയിട്ടുള്ളവർ, അതിന്റെ പേരിൽ ഒത്തിരിയേറെ ദുരിതം അവിടെ അനുഭവിക്കുന്നവർ, ഒത്തിരി നാളുകളായിട്ട് നാട്ടിലേക്ക് മടങ്ങി വരാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കുന്നവർ, സ്വയം ഏറ്റെടുക്കണമേ, കരുണ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വന്ധ്യമായ ഉദരങ്ങളെ സമർപ്പിക്കുന്നു. സന്താന സൗഭാഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദമ്പതികൾ, ഉദരത്തിലുള്ള കുഞ്ഞുങ്ങൾ, കൈക്കുഞ്ഞുങ്ങൾ, വിദ്യാർത്ഥികൾ, യുവതി-യുവാക്കൾ, മദ്യപാനത്തിനും ലഹരിക്കും ഒക്കെ അടിമപ്പെട്ടു പോയവർ, തെറ്റായ ബന്ധങ്ങളിൽ പെട്ട് കഴിയുന്നവർ, സ്വയം വിടുതൽ നൽകണമേ. വിശ്വാസം നഷ്ടപ്പെട്ടു പോയവർ വിമോചനം നൽകണമേ. സ്വയം കൃപ വർഷിക്കണമേ. കരങ്ങൾ ഉയർത്തിയ സുനാമം വിളിക്കാം. ഈശോയേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. നിന്നിൽ നിന്നകന്ന നാളിൽ നിന്നരികിൽ ചേർത്തണയ്ക്കാൻ, പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് നാളിൽ പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന്. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നല്ലൊരു രാത്രി, സന്തോഷമുള്ള രാത്രി, സുഖനിദ്രയുള്ള രാത്രി ആശംസിക്കുന്നു. നാളെ കൂടുതൽ ഉത്സാഹത്തോടെ ഉണർന്നെഴുന്നേറ്റ് ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകളിൽ വ്യാപൃതരാകാൻ സാധിക്കട്ടെ. നാളെ ഇതേ സമയത്ത് വീണ്ടും ഈ വചന ശുശ്രൂഷയിലൂടെ കണ്ടുമുട്ടുന്നതുവരെ നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.